ചെറിയ ആഗ്രഹം, കപ്പയും ബീഫും കഴിക്കാനുള്ള ആഗ്രഹമാണ്. അത് രാത്രി തന്നെ എൻ്റെ ചേച്ചി നിറവേറ്റി തരികയാണ്. അപ്പോൾ ചേച്ചിയുടെ വീടാണ് ഇവിടെ പറവൂരിലുള്ളത്. അതെന്തായാലും ഇങ്ങനെ രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങാൻ പറ്റാറില്ല. പക്ഷെ ഇന്നെന്തോ ഒരു സൗകര്യം കിട്ടിയപ്പോൾ ഞാനും ചേച്ചിയുടെയും എങ്ങോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. പറവൂരിൻ്റെ രാത്രി കാഴ്ചകളാണ് ഇതൊക്കെ. ഞാനും ചേച്ചിയുണ്ട്. ഞങ്ങളിവിടെ തൊട്ട് ബാക്കിൽ കാണുന്നത് തട്ടുകടയാണ്. അവിടെ കപ്പയും ബീഫും ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ നിൽക്കുന്ന നിൽപ്പാണ് കേട്ടോ. പക്ഷെ ഞാൻ പറയുന്നത് എത്രത്തോളം ക്ലിയർ ആവുന്നതെന്ന് എനിക്കറിയില്ല. വളരെ ഒത്തിരി വണ്ടികൾ പോകുന്നുണ്ട്, അതുകൊണ്ട് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. നമുക്ക് പറവൂരിൻ്റെ രാത്രി കാഴ്ചകളിലേക്ക് പോവാം. ഓർഡർ ചെയ്ത ഫുഡ് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം കേട്ടോ. പറവൂരിൻ്റെ രാത്രി കാഴ്ചകൾ. ഞങ്ങൾക്ക് കിട്ടി കപ്പയും ബീഫും. ഇതാണ്. ആഹാ, നല്ല സ്മെൽ അടിക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ടേ ഒരു പ്ലേറ്റ് കൂടി വാങ്ങിയാലോന്ന് ആലോചിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പം ഞാൻ നിൽക്കുന്നത് പറവൂർ നമ്പർ 1 വെഡ്ഡിങ് കളക്ഷൻസ്. നമ്മുടെ പറവൂരിലെ ഏറ്റവും നല്ല ടോപ്പ് ഒരു ഷോപ്പാണ്. തൊട്ടടുത്ത് ഒത്തിരി കടകളൊക്കെ ഇന്ന് സൺഡേ ആയിട്ട് പോലും ഒത്തിരി കടകളൊക്കെ ഇങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ട് കേട്ടോ. തൊട്ട് ബാക്കിൽ മിനി സിവിൽ സ്റ്റേഷനാണ്. ഇവിടെയുള്ള തട്ടുകട കഴിച്ചുകൊണ്ടിരിക്കണം. പെട്ടെന്ന് തോന്നിയ മോഹം, എന്ത് മോഹം തോന്നിയാലും അപ്പോൾ നമ്മളത് ചെയ്ത് തീർക്കാം. പിന്നത്തേക്ക് വെക്കരുത്. പിന്നത്തേക്ക് വെച്ചാൽ അതിൻ്റെ ഒരു സുഖം പോകും. അതുകൊണ്ട് രാത്രി തന്നെ ഇറങ്ങിയതാണ്. സാധാരണ വീട്ടിലൊക്കെ വെച്ചാൽ അങ്ങനെ ഇറങ്ങാറില്ല കേട്ടോ. ചേച്ചിയുള്ളതിൻ്റെ ധൈര്യത്തിലങ്ങ് ഇറങ്ങി പോകുന്നതാണ്. പിന്നെ ഇവിടെ പുതിയൊരു യെല്ലോ ഷോപ്പ്, ദ ഗ്രാൻഡ് മുസ്ലിംസ് എന്ന് പറഞ്ഞിട്ട് യെല്ലോ ബാസ്ക്കറ്റ്. യെല്ലോ മുഴുവൻ കാണാൻ പറ്റുന്നില്ല. യെല്ലോ ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പാണ് തുടങ്ങിയത്. ഇപ്പോൾ പുതിയതാണ്. അവിടെ ഫുഡ് ഐസ്ക്രീം ഉണ്ടെന്ന് പറഞ്ഞത് സ്പെഷ്യലാണ്. ചേച്ചിയുടെ മോള് പറഞ്ഞതാണ്. അച്ഛൻ അവിടെ ഒന്ന് കയറണമെന്ന് ആഗ്രഹമുണ്ട്. കയറിയാൽ ഉറപ്പൊന്നുമില്ല, ഇച്ചിരി ടൈം വൈകിക്കൊണ്ടിരിക്കുന്നു. കയറിയാൽ അതൊരു വീഡിയോ ആയിട്ട് ഞാൻ ഷോർട്ടായിട്ട് മറ്റൊരു വീഡിയോ ഇടാം. കാരണം ഞാൻ കഴിച്ചിട്ടില്ല ഫുഡ് ഐസ്ക്രീം. ഫസ്റ്റ് ടൈമാണ് ഒന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ. പറ്റിയാലേ ചെയ്യുള്ളൂ, ഉറപ്പൊന്നുമില്ല കേട്ടോ. എരിവ് അധികം എനിക്ക് പറ്റില്ല. പക്ഷെ നല്ല എരിവുണ്ട് കേട്ടോ. തീരുന്നും ഇല്ല തിന്നിട്ട്. പക്ഷെ മതി തീർന്നിട്ടില്ല. കട്ട് ചെയ്തു കപ്പ ബിരിയാണി നല്ല അടിപൊളിയായിട്ട് കഴിച്ചിട്ട് വയറ് നിറഞ്ഞ് ഞങ്ങളുടെ തിരിച്ചുള്ള യാത്രയിലാണ്. വീട്ടിൽ നിന്ന് പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞിട്ടൊരു കോള് വന്നാണ്. ഞങ്ങൾ യെല്ലോ ബാസ്ക്കറ്റിൽ ഓപ്പോസിറ്റാണ് കട. കാണാൻ പറ്റുമോ?